അതിന് അണക്കൊക്കെ എങ്ങനെ പെണ്ണ് കിട്ടാനാണ്? കയ്യിൽ 10 പൈസ അല്ല, ഉള്ളതിട്ട് ചിലവാക്കൂല. ഒരു 5 ഉറുപ്പ്യക്ക് ഒരു മുട്ടായി ഒരു കടയിലുണ്ടെങ്കിൽ അപ്പുറത്തെ കടയിൽ 4 ഉറുപ്പ്യക്ക് കിട്ടുമോ നോക്കണമെന്നാണ് വെച്ചത്. അതിന് 5 ഉറുപ്പ്യക്ക് നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കഴിവില്ല. 4 ആൾ കൂടുമ്പോൾ സംസാരിക്കാൻ അറിയില്ല. പോട്ടെ, ഒരു പെണ്ണിനോട് സംസാരിക്കാൻ അറിയോ? വേസ്റ്റാണ് ജെ. ഇവനൊക്കെ അരികെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തിനാണ്? എനിക്ക് അരികേലൊരു അമ്പിളി മാച്ചായി. തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി അമ്പിളി നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞ് വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. കൈ തട്ടിയപ്പോൾ മാച്ചായതാവും. അല്ല, ഇവളെ കണ്ടോ? എന്നോട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നീറ്റ് പോകാനൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. പിന്നെ എന്നോടൊരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ തന്നെ ആൾക്കാർ നീച്ച് പോകും. പിന്നെ ഇജ്ജ് നീച്ച് പോയാലും ഇല്ലേലൊക്കെ ഒരുപോലെയാണ്. ഇജ് പറഞ്ഞതും കേട്ട് പെണ്ണുങ്ങളുടെ മുമ്പിൽ കാട്ടിക്കൂട്ടി എനിക്ക് മതിയായി. ഓളുടെ മുമ്പിൽ ഞാനായിട്ട് നിന്നു. എനിക്ക് പിശുക്കുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് 10,000 12,000 ആയിരുന്നു ജോലി തുടങ്ങിയപ്പോൾ ആദ്യ ശമ്പളം. അപ്പം എനിക്ക് എന്താ കഴിക്കാൻ പൂതിന്ന് ഞാൻ ആലോചിക്കലില്ല. ഒരു 50 ഉറുപ്പ്യ കൈ കിട്ടിയാൽ 40 ഉറുപ്പ്യക്ക് എന്താ കിട്ടുക നോക്കും, അത് കഴിക്കും. ആ സ്വഭാവം കൊണ്ട് വിട്ടു പോകണില്ല. അതൊരു കുഴപ്പമാണ്, എനിക്കറിയാം. മാറ്റണം. അണക്ക് മാനസികമാണ്. കഥ മുഴുവൻ കേൾക്കാണ്ട് ബാക്കി എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ അണക്കാണ് മാനസികം. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയണം. അതറിയാണ്ട് ഇജ്ജോളോട് എന്ത് പറയാനാണ്? കണ്ണ് കാണാൻ നല്ല രസമുണ്ട്, കാതിലും ചിരിയും ഒക്കെ നല്ല രസമുണ്ട്. എനിക്കിങ്ങനൊന്നും പറയാൻ അറിയില്ല. ഇപ്പോൾ പുറത്ത് മഴ പെയ്യണോണ്ടല്ലേ നമ്മളിവിടെ നിന്ന് ചായ കുടിക്കണേ. മഴ കഴിഞ്ഞാൽ നമ്മൾ നീറ്റ് പോകില്ലേ? മഴ ഇങ്ങനെ കുറേ നേരം നിന്ന് പെയ്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതാണ് ഞാൻ. ഇജ്ജ് ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ട് ഓളൊരക്ഷരം മുണ്ടില്ലല്ലോ. അതാണ് മുണ്ടിയോ? ഞാൻ ഈ കഥ പറഞ്ഞ് നിർത്തിയതും ഓളിൻ്റെ മുഖത്തേക്കൊക്കെ ഒരു ചിരി ചിരിച്ചു. ഓള് ചിരിച്ചപ്പോൾ നിലാവിൻ്റെ ഒക്കെ ഒരു വെളിച്ചുണ്ടായിരുന്നു ഓളെ കണ്ണിൽ. എൻ്റെ കണ്ണിൽ ഇപ്പോഴൊക്കെ കാണാൻ പറ്റണ്ടേ? ഇജല്ലേ പറഞ്ഞേ കഴിവും വിവരമൊക്കെ ഉള്ളവർക്ക് പ്രേമിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായില്ലേ നമ്മളെപ്പോലുള്ളവർക്കും പ്രേമിക്കാൻ പറ്റുമെന്ന്? ഇത് ഇന്നെപ്പോലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പോയി പറയും. ഓലൊക്കെ പ്രേമിക്കണം.